താങ്കളുടെ കടന്നുവരവ് അന്ന് അവർ സംശയിച്ചിരുന്നു ശരിക്കും? അവരെന്നെ ഭയപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടായിരിക്കും അത്? കാരണം അന്ന് ഇങ്ങനെ ഒരു സംഭവം ഇല്ലല്ലോ, അന്നില്ല. അപ്പോൾ അതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് കഴിഞ്ഞ് അവരുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഇവർ ഈ ജനങ്ങൾ എൻ്റെ കൂടെ പിന്നിലിങ്ങനെ കൂട്ടം കൂട്ടമായിട്ട് അണിനിരക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ വളർന്നു പോയി കഴിഞ്ഞാൽ അത് അവർക്ക് അപകടമാവും, അവരുടെ കാലിനടിയിലും മണ്ണൊഴുകിപ്പോകും എന്നുള്ളൊരു തോന്നലായിരിക്കാം. അപ്പോൾ അവരെന്ത് ചെയ്തു? അവർ പഞ്ചായത്തിൻ്റെ അധികാരം വെച്ചിട്ട് ഞാൻ ചെയ്യുന്ന പദ്ധതികളൊക്കെ കയറി സ്റ്റോപ്പ് മെമ്മോ ഇടാൻ തുടങ്ങി. ഞാൻ കുഴൽ കിണറടിക്കുന്നു. ഇത് 1,00,000 വീടിൽ 40 വീടുകൾ, ഒരു ടാപ്പ്, 1 മണിക്കൂർ കിട്ടുന്ന വെള്ളത്തെ ആശ്രയിച്ച് 40 വീടുകൾ കഴിയുക. അവിടെ ഞാൻ കുഴൽ കിണറടിച്ചു. അവർക്കെല്ലാം ഇൻഡിവിജ്വൽ 24/7 കണക്ഷൻ കൊടുത്തു. ഒരെണ്ണം കൊടുത്തു, 2 കൊടുത്തു, 3ാമത്തെ കൊടുത്തപ്പോൾ സ്റ്റോപ്പ് മെമ്മോ. എന്തിനാ പ്രധാനമായിട്ട് വന്ന് എതിർപ്പോ എന്ന ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമായിരുന്നു അത്? UDFും LDFും ഒരുപോലെയായിരുന്നു. നിങ്ങളെ തുല്യ മുഖ്യ ശത്രുവായിട്ട് തന്നെ കണ്ടുവരും. അവർ രണ്ടുപേരും ആദ്യം തുടക്കത്തിൽ ഞാൻ ഈ ഗ്രാമം നന്നാക്കാനായിട്ടുള്ള ആ ഒരു ചുമതല ഏറ്റെടുത്തപ്പോൾ ഇവരെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇവർ പങ്കാളികളായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ജനങ്ങൾ എന്നെയാണ് വിശ്വസിക്കുന്നത്, ഇവരെ വിശ്വസിക്കുന്നില്ല, ഇവരിത്രയും കാലം ഇവരെ വഞ്ചിക്കുകയായിരുന്നു എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു തുടങ്ങി. ജനങ്ങൾ എൻ്റെ പിന്നിൽ അണിനിരക്കാൻ തുടങ്ങി. ഞാൻ പറയുന്നത് കേൾക്കാനായിട്ട് ആയിരങ്ങൾ ഓടിയെത്താൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഈ 2 പാർട്ടിക്കാരും ഒരുപോലെ ഭയപ്പെട്ടിട്ട് അവർ രണ്ടുപേരും കൂടി ഒന്നിച്ച് എന്നെ എതിർക്കാൻ തുടങ്ങി എന്നുള്ളതാണത്. അല്ല, ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, അപ്പോൾ താങ്കളുടെ ഫാദർ ശരിക്കും അവിടെ നാട്ടുകാർക്കൊക്കെ വളരെ പ്രിയപ്പെട്ട ഒരാളായിരുന്നു. അദ്ദേഹം ഫ്രീ ആയിട്ടുള്ള ആയുർവേദ ചികിത്സയൊക്കെ ആൾക്കാർ കൊടുക്കും. ഒരു വ്യവസായി ആയിരിക്കുമ്പോൾ തന്നെ ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ നാട്ടുകാരുടെ ഒരു പ്രിയം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആ ഒരു പ്രിയമാണോ താങ്കളിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെട്ടത്? ഈ ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കാം. അപ്പോൾ ഈ താങ്കളുടെ ഇപ്പോൾ ഈ പ്രാദേശികമായിട്ട് ഈ നേതാക്കന്മാരൊക്കെ എതിർക്കുമ്പോൾ തന്നെ CPMൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ താങ്കളോട് ഒരുപാട് വാത്സല്യം ഉണ്ടായതേ മനസ്സിലാവും. താങ്കൾ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും ഒരു പിതാവിനെ പോലെ താങ്കളുടെ ഇഷ്ടമുണ്ടായിരുന്നു. പക്ഷേ അതെവിടെ വെച്ചാൽ തെറ്റിയത്? അല്ല, ഞാൻ അദ്ദേഹം 2005 എന്ന് തോന്നുന്നു ആദ്യമായിട്ട് ഞങ്ങളുടെ വീട്ടിൽ വരുന്നത്. അങ്ങനെയാണ് ഞാൻ പരിചയപ്പെടുന്നത്. എൻ്റെ ഫാദറിന് അതിന് മുമ്പേ ഒരു ചികിത്സയുടെ ഭാഗമായിട്ട് വന്നതാണ്. അത് ചികിത്സയ്ക്ക് ഭാഗമായിട്ട് വന്നതാണ്. അങ്ങനെ വർഷങ്ങളോളം അദ്ദേഹം ഒരു സ്ഥിര സന്ദർശകനായി ഈ ചികിത്സയുടെ ഭാഗമായിട്ട്. ചികിത്സയ്ക്ക് ശേഷവും അദ്ദേഹം എറണാകുളത്ത് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ വന്ന് ഭക്ഷണം കഴിക്കും. അപ്പോൾ അങ്ങനെ ആ ഒരു സൗഹൃദം വളർന്നു എന്നുള്ളതാണത്. അപ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത പരിപാടി എന്ന് പറയുന്നത് 4 മണിക്ക് 5 മണിക്കായിരിക്കും. അപ്പോൾ ഈ സമയത്തിനുള്ളിൽ ഞാനോ അല്ലെങ്കിൽ എൻ്റെ സഹോദരനോ ആണ് പുള്ളിക്ക് ആയിട്ട് സംസാരിച്ചിരുന്നത്. അങ്ങനെ ഒരു അടുപ്പം ഞങ്ങൾ തമ്മിൽ ഡെവലപ്പ് ചെയ്തു. അതിനുശേഷം 2016 അദ്ദേഹം ആദ്യമായിട്ട് അധികാരം ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ഈ ഗ്രാമത്തെപ്പറ്റി, ഈ നാടിനെപ്പറ്റി, ഈ നാടിന് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യണം, അതിനുള്ളൊരാശയമുണ്ട്. കാരണം ഞങ്ങൾ ഈ 2020 ഉണ്ടാക്കിയതിന് ശേഷം യഥാർത്ഥത്തിൽ ജനങ്ങൾ നേരിടുന്ന പ്രശ്നം എന്താണ് നാടിൻ്റെ പ്രശ്നം, ഇത് മനസ്സിലാക്കിയൊരു വ്യവസായി ഞാനാണ്. എനിക്ക് തോന്നുന്ന രാഷ്ട്രീയക്കാർ പോലും ഇത്രയും എന്നെ പോലെ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. ഇവരൊക്കെ ഈ മത്സരിക്കുന്നു, ഏതെങ്കിലും ബസ്സുകൾ തല്ലിപ്പൊളിക്കുന്നു, ഫാക്ടറികൾ തീ വയ്ക്കുന്നു, ഹർത്താൽ നടത്തുന്നു. എല്ലാവരും നമുക്ക് അങ്ങനെ പറയാൻ പറ്റും. അല്ല, 99% അങ്ങനെ തന്നെയാണ്. താങ്കൾക്ക് പൊതുവെ ഈ രാഷ്ട്രീയക്കാരോട് വിരക്തി ഉള്ളതുപോലെ? അല്ല, അത് അവർ ഈ നാടിനോട് ചെയ്ത ദ്രോഹം, അവർ ഈ നാടിനെ നശിപ്പിക്കുകയാണ് ചെയ്തത്, ഈ നാടിനെ കൊള്ളയടിക്കുകയാണ് ചെയ്തത്. കാരണം അല്ലല്ല, ഞാൻ പറയുന്നത് കേരളത്തിനെ സംബന്ധിച്ച് നമുക്കറിയാം, ഈ 70 വർഷക്കാലമായിട്ട് LDFും UDFിൻ്റെയും കയ്യിലായിരുന്നു അവർക്ക്. BJP എന്ന് പറയുന്നത് വലിയൊരു പ്രസക്തി ഇവിടെ ഉണ്ടായിരുന്നില്ല, അവർക്കൊരു സാന്നിധ്യം കുറവായിരുന്നു. ഇപ്പോഴാണ് അത് വളർന്ന് കേരളത്തിൽ ഒരു ശക്തിയായി മാറിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കേരളത്തിനെ സംബന്ധിച്ച് 70 വർഷക്കാലം ഈ കേരളത്തെ കൊള്ളയടിച്ച് നശിപ്പിച്ചത് ഈ 2 പാർട്ടികളുമാണത്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് മനസ്സിൽ, കാരണം ജനങ്ങൾ അനുഭവിക്കുന്ന ഈ പ്രശ്നങ്ങൾ കാണുമ്പോൾ, അവരുടെ കണ്ണുനീര് കാണുമ്പോൾ എനിക്ക് ഇവരോടൊരു വൈരാഗ്യമാണ് തോന്നിക്കൊണ്ടിരുന്നത്. പിണറായിലേക്ക് ഞാൻ ചേരാനായിട്ട് ഞാനിപ്പോൾ ആ ബന്ധം വളർന്നു, അതേ മുഖ്യമന്ത്രിയായി കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ മനസ്സിൽ ഒരുപാട് ആശയങ്ങളുണ്ട്. ആ ആശയങ്ങൾ കേരളത്തിൽ നടപ്പിലാക്കിയാൽ ഒരുപക്ഷെ കേരളം ഇന്ത്യയിലെ തന്നെ ഏറ്റവും സംസ്ഥാനമായിട്ട് മാറും, രക്ഷപ്പെടും, ജനങ്ങൾ രക്ഷപ്പെടും എന്ന് തോന്നി. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇങ്ങനെ ഇരട്ടച്ചങ്കനാണ്. ഞാനും മനസ്സിലാക്കിയപ്പോൾ വളരെ സത്യസന്ധനായിട്ടുള്ള
വളരെ ആർജവമുള്ള, ഏതും നടപ്പിലാക്കാൻ ശേഷിയുള്ള ഒരാളായിട്ടാണ് ഞാൻ അദ്ദേഹമായിട്ട് ഇടപഴകുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്. അതോടൊപ്പം ഇരട്ടച്ചങ്കനും സത്യസന്ധമായിട്ട് പറയുന്നു. ആദ്യം കയറിയ ദിവസങ്ങളിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയും പ്രവർത്തനവും ഒക്കെ കണ്ടപ്പോൾ എനിക്ക് വളരെയധികം ആഗ്രഹം തോന്നി, ഇദ്ദേഹത്തിൻ്റെ കൂടെ കൂടിയിട്ട് എനിക്കെന്തായാലും ഈ രാഷ്ട്രീയത്തിലിറങ്ങി ഈ കേരളത്തെ നന്നാക്കാൻ സാധിക്കില്ല. അപ്പോൾ എൻ്റെ മനസ്സിലുള്ള ആശയങ്ങൾ ഇദ്ദേഹത്തിൽ കൂടി നമുക്ക് ഈ കേരളത്തെ രക്ഷപ്പെടുത്തിയെടുക്കുക, ആ ഒറ്റ ഉദ്ദേശത്തിലാണ് ഞാൻ കൂടിയത്. അപ്പോൾ നമ്മൾ പറയില്ലേ, ഈ അണ്ടിയോട് അടുക്കുമ്പോഴാണ് പുളി അറിയുന്നതെന്നുള്ളത്. അപ്പോൾ ഈ ഭരണപരമായിട്ട് ഞാൻ ഇടപെട്ട് അദ്ദേഹമായിട്ട് അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ പല പ്രവർത്തനങ്ങളിലും എനിക്ക് വളരെ ദുരൂഹതകളും ആശങ്കകളും തോന്നി. ഞാൻ എൻ്റെ വീട്ടിൽ വെച്ച് പരിചയപ്പെട്ട് സംസാരിച്ചിരുന്ന ഒരു പിണറായി അല്ല യഥാർത്ഥ പിണറായി. അദ്ദേഹത്തിൻ്റെ അതെ, അത് തോന്നിയത് കൊണ്ടാണ്, പലപ്പോഴും തോന്നി, ഞാനത് പലപ്പോഴും എൻ്റെ ആശങ്കകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സംസാരിക്കുന്നു. പക്ഷേ വീണ്ടും ഇതിൻ്റെ കൂടെ ഒരു ഭാഗമായിട്ട് രാഷ്ട്രീയമല്ലേ. അപ്പോൾ ഞാനും പലപ്പോഴും എന്നോട് പറയും അത് രാഷ്ട്രീയമാണ്, ഫണ്ട്സ് കുറവുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയും. അതൊക്കെ വിശ്വസിച്ച് നമ്മൾ അങ്ങനെ മുന്നോട്ട് പോയി. പക്ഷെ ഒരു സ്റ്റേജിൽ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ആർഭാടവും, പ്രത്യേകിച്ച് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ യാത്ര ചെയ്യുമ്പോൾ, വിദേശ രാജ്യങ്ങളിൽ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഒരു നേരം പോലും ഭക്ഷണം വയറ് നിറച്ച് കഴിക്കാൻ ആളുകൾ ബുദ്ധിമുട്ടുന്ന ഈ കേരളത്തിൽ അദ്ദേഹം പോയിട്ട് ഓരോ സമയം ലഞ്ചായിക്കോട്ടെ ഡിന്നറായിക്കോട്ടെ ആർഭാടത്തോട് ലക്ഷങ്ങൾ മുടക്കിയുള്ള ഭക്ഷണം, അതുപോലെ താമസിക്കുന്ന ഹോട്ടലുകൾ 3 ലക്ഷം രൂപയും 4 ലക്ഷം രൂപയും ഒരു രാത്രിക്ക് വരുന്ന ഹോട്ടൽ റൂമുകൾ, അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആർഭാട ജീവിതം വന്നപ്പോൾ എനിക്ക് തോന്നി ഇത് ശരിയല്ല എന്ന്. ഒരു സ്ഥലത്ത് എനിക്ക് തോന്നുന്നു പാരീസിൽ ചെല്ലുമ്പോൾ അദ്ദേഹം ബുക്ക് ചെയ്ത റൂമിന് ഏതാണ്ട് 7 ലക്ഷം രൂപയായിരുന്നു. അപ്പോൾ അതേ ഹോട്ടലിൽ തന്നെ ഞാനും താമസിക്കുന്നല്ലോ. എനിക്കത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കി. കാരണം എന്നെ സംബന്ധിച്ച് വ്യവസായിയാണ്, 7 ലക്ഷം രൂപയുടെ ഹോട്ടൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് സ്വപ്നം പോലും കണ്ടിട്ടില്ല എന്നുള്ളത്. ഞാൻ സാധാരണ ഒരു 7,000 റുപ്യ അല്ലെങ്കിൽ 16 റുപ്യയിൽ കൂടുതലുള്ള ഹോട്ടലിൽ ഞാൻ താമസിച്ചിട്ടില്ല. പൈസ ഇല്ലാഞ്ഞിട്ടല്ല, അത് അങ്ങനെ വേസ്റ്റ് ആക്കാൻ പാടില്ല. ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത്, ആ പൈസ ഉണ്ടെങ്കിൽ ഒരു വീട് പണിയാലോ. 7 ലക്ഷം രൂപ ഒരു രാത്രി എന്ന് പറഞ്ഞാൽ 2 ലൈഫിൻ്റെ വീട് പണിയാം, 2 പാവപ്പെട്ടവർക്ക് വീട് പണിയാം. അപ്പോൾ അതുകൊണ്ട് ഇത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ ഇത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇത് ആരെങ്കിലും അറിഞ്ഞാൽ വലിയ പ്രശ്നമല്ലേ. അപ്പോൾ ആദ്യം അല്പം മുഖമൊന്ന് മാറി, പിന്നീട് അദ്ദേഹം ആ ഹോട്ടൽ മാറാൻ നിർബന്ധിതനായി എന്നുള്ളതാണത്. ഇഷ്ടപ്പെട്ടിട്ടല്ല. പക്ഷേ അത് കഴിഞ്ഞ് വേറെ ഹോട്ടലിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ അതെന്നോട് ആ ഒരു കലിപ്പ് തീർക്കുകയും ചെയ്തു പുള്ളി. അത് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റവും എന്നോടുള്ള പെരുമാറ്റവും ഒക്കെ എനിക്കറിയാലോ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി, ഒരിക്കലും ഇദ്ദേഹത്തിൽ കൂടി ഈ നാട് നന്നാകാൻ പോകുന്നില്ല എന്നുള്ള പരിപൂർണ ബോധ്യം വന്നപ്പോഴാണ് ഞാൻ അവിടുന്ന് പയ്യെ വിട്ട് മാറിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.